بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله سيد الأولين والآخرين، صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، عن أبي بكر الصديق رضي الله عنه قال قال رسول الله صلى الله عليه وسلم: سلوا الله العفو والعافية، فإن أحدا لم يعط خيرا بعد اليقين من العافية. റവാഹു തിർമിദി റഹിമഹുല്ലാഹ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു: സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് അഫ്വും ആഫിയത്തും ചോദിക്കുക. അഫ്വ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച, മാപ്പ്, നമ്മൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരിക, അതാണ് അഫ്വ് എന്ന് പറയുന്നത്. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. വൽ ആഫിയ, ആഫിയത്ത് ചോദിക്കുക. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യം, സുരക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ദീനിയായിട്ടുള്ള അപകടങ്ങളിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, റിയായിൽ നിന്ന്, അതുപോലെ പ്രശസ്തി മോഹിക്കുന്നതിൽ നിന്ന്, ഇങ്ങനെയുള്ള ദീനിയായ അപകടങ്ങൾ, പാപങ്ങളിൽ നിന്ന് ഒക്കെയുള്ള സുരക്ഷിതത്വം, അതുപോലെ ദുന്യവിയായ രോഗങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപമാനത്തിൽ നിന്ന് ഒക്കെയുള്ള രക്ഷ, ഇങ്ങനെ പരിപൂർണമായ രക്ഷ, അതാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു കൊള്ളുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഫഇന്ന അഹദൻ ലം യുഅത ഖൈറൻ ബഅദൽ യഖീൻ. യഖീൻ കഴിഞ്ഞാൽ, ഈമാൻ ഉറക്കുക എന്നത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അത് ഇതിനേക്കാൾ നല്ലതായി, ആഫിയത്തിനേക്കാൾ നല്ലതായി ഒന്നും അള്ളാഹു നൽകിയിട്ടില്ല. ഈ ഹദീസ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് പല ആവശ്യങ്ങളും ചോദിക്കും. ചില സമയത്ത് നമുക്ക് സമയം കുറവായിരിക്കും ദുആ ചെയ്യുമ്പോൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് പറഞ്ഞാൽ മതി. സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്നാണ് പറയേണ്ടത്. അല്ലാഹു, ഞാൻ നിന്നോട് അഫ്വും ആഫിയത്തും ചോദിക്കുന്നു. ഈ രണ്ട് സംഗതികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ള, ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അത് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയാൽ തന്നെ പിന്നെ നമുക്ക് ഒരു ഖൈറിന്റെയും ആവശ്യമില്ല. ഇങ്ങനെയുള്ള സമഗ്രമായ ജവാമി ആയിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കേണ്ടത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം നമുക്കറിയാം. മൂസാ നബി ഫിറഔനെയും കൂട്ടരെയും പേടിച്ച് ഓടി വരികയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ട്. അതുപോലെ ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല, കുടുംബമില്ല. ആ സമയത്ത് എന്താണ് പ്രാർത്ഥിച്ചത്? ഒരു മരിച്ചുവിട്ടിരുന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അല്ലാഹു, നീ എന്തൊരു ഖൈറാണ് തരുന്നത്, അതിനൊക്കെ ഞാൻ ആവശ്യക്കാരനാണ്. ഇങ്ങനെ വിശാലമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പൊ എന്താണ് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട് നൽകി, ഭാര്യ നൽകി, അതുപോലെ തന്നെ അദ്ദേഹത്തെ നിർഭയത്വമുണ്ടായി, ഫിറഔന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ടു, വഹി കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ എല്ലാ ഖൈറും മൂസാ നബി അലൈഹി സ്വലാമിന് കിട്ടി. ഇതുപോലെയുള്ള ഒരു ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ. അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു തന്നാൽ നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അതോടുകൂടി പുറത്തു. ആഫിയത്ത് നൽകിയാൽ ഇനി വരാനുള്ള ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റിലേക്കും പോവുകയില്ല. അപ്പോൾ ദീനിയായി നമുക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം. അതുപോലെ ദുനിയവിയായി നമ്മൾ പലതരം അപകടങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത്. വാഹന അപകടങ്ങളുണ്ട്, പകർച്ചവ്യാധികളുണ്ട്, മറ്റു രോഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും ദുനിയാവിലും രക്ഷ കിട്ടും ഈ ദുആ വർദ്ധിപ്പിച്ചാൽ. അതുകൊണ്ട് ഉത്തരം കിട്ടുന്ന സന്ദർഭത്തിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടി, എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ഈ ദുആ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.